സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ കിരീടം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ്. ആ സിനിമയിലെ സേതുമാധവൻ എന്ന കഥാപാത്രം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണക്ട് ചെയ്തിട്ടില്ലേ? സമാധാനത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ അറിയാതെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് വീഴും. പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ എന്നും സംഘർഷഭരിതമായിരിക്കും ജീവിതം. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിലെ വിനോദ് കുമാർ ആ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതാണ്. അയാളുടെ അയൽവാസി ജയകുമാർ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. മദ്യപിച്ചെത്തി വീട്ടിലും നാട്ടിലും കലഹം സൃഷ്ടിക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം വിനോദ് അത് ചോദ്യം ചെയ്തു. ഒടുവിൽ വാക്കുതർക്കം സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നു. ഇതോടൊപ്പം കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ചെറിയ വാക്കുതർക്കത്തെ തുടർന്നാണ്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നമ്മുടെ വീടിന് സമീപം സ്ഥിരം പ്രശ്നക്കാരനായ ഒരു അയൽവാസി ഉണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ? എന്നും ബഹളവും കലഹവുമായിരിക്കും അല്ലേ? ഇനി അയാൾക്കെതിരെ ഒന്ന് പ്രതികരിച്ചാലോ? പിന്നെ സ്വൈര്യമായി അന്തി ഉറങ്ങാൻ കഴിയുമോ? കോഴിക്കോട് മുക്കം മണാശ്ശേരിയിലെ നാട്ടുകാരുടെ സമാധാനം തകർത്തത് ജയകുമാർ എന്ന അയൽവാസിയാണ്. മദ്യപിച്ചെത്തി എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കും. നാട്ടുകാർ പ്രതികരിച്ചാൽ പിന്നെ അവർക്ക് നേരെയായിരിക്കും പ്രതികാരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മദ്യപിച്ചത് ജയകുമാർ സമീപത്തുള്ള വീട്ടുകാരുമായി വഴക്ക് തുടങ്ങിയതാണ്. അതിൻ്റെ പേരിൽ പിന്നെ വലിയ തർക്കവും സംഘർഷവുമായി. ഒടുവിൽ അയൽവാസിയായ വിനോദ് കുമാറിനെ ജയകുമാർ കുത്തിക്കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 7:15 നാടിനെ നടുക്കിയ കൊലപാതകം. വഴക്കിനിടെ വിനോദിന്റെ കഴുത്തിനാണ് വെട്ടേറ്റത്. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് മുൻപ് തന്നെ ഏറെ നേരം ജയകുമാർ മദ്യലഹരിയിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. അമ്മച്ചണ്ടല്ലോ ഓവിടെ കടന്ന് കളിച്ചിട്ട് വരാൻ പോലെ ലഹരിയില്ല. എന്താ പിന്നെ ഓളം പറഞ്ഞോളൂ ഈ കിടക്കണ്ട. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ മണാശ്ശേരിയിൽ വെച്ച് ബുധനാഴ്ച രാവിലെയാണ് ജയകുമാർ പിടിയിലായത്. പ്രതിയെ കണ്ട മണാശ്ശേരിയിലെ ഓട്ടോ ഡ്രൈവർ പ്രതീഷ് ഇയാളെ തടഞ്ഞുവെച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. ബഹളം കെട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവെച്ച ശേഷം പോലീസിനെ അറിയിച്ചു. തുടർന്ന് മുക്കം പോലീസ് എത്തി ജയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതി ജയകുമാറുമായി മുക്കം പോലീസ് സംഭവ സ്ഥലത്ത് നടത്തിയ തെളിവെടുപ്പിനിടെ നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. സംഭവ ദിവസം പ്രതി ജയകുമാർ നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ പോലീസ് വന്നിരുന്നെങ്കിൽ കൊലപാതകം നടക്കില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം മുഴുവൻ കണ്ട മനുഷ്യർ ഞാൻ ഒരു അക്ഷരം കണ്ടിട്ടില്ല. എത്ര തവണ ഞങ്ങളെ വിളിച്ചെന്നറിയോ? 5 മണിക്ക് ശേഷം ഫോൺ കോൾ വന്നത് എത്ര കോളാന്നറിയോ സാർമാരെ? എല്ലാരും വിളിച്ചതാ പോലീസ് സ്റ്റേഷനിലേക്ക്. ഒരുപാട് നമ്പർ വിളിച്ചിട്ട് വരാത്ത ആൾക്കാരാണ് ഇവര്. പിന്നെ എന്തിനാണ് ഇവര് ഇപ്പം വന്നു കഴിഞ്ഞിട്ട് മറ്റേ സാധനത്തിന് വേണ്ടി വന്നിട്ട്? തെളിവെടുപ്പിനിടെ ജയകുമാർ തന്റെ വീടിന് പിറകിലുള്ള വാട്ടർ ടാങ്കിൽ നിന്നും വിനോദ് കുമാറിനെ വെട്ടാൻ ഉപയോഗിച്ച കൊടുവാൾ എടുത്തു കൊടുത്തു. നിരവധി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു തെളിവെടുപ്പ്. പ്രതിഷേധത്തെ തുടർന്ന് വളരെ പെട്ടെന്ന് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് പോലീസ് മടങ്ങി. മുക്കം CIയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ലഹരിക്കടിമയായ ജയകുമാർ സ്ഥിരം പ്രശ്നക്കാരനെന്നാണ് വിവരം. ഇയാൾ മുൻപ് പോക്സോ കേസിലും പ്രതിയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 മുക്കം. നമ്മൾ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനാവശ്യമായി യാതൊരു പ്രകോപനവുമില്ലാതെ പ്രശ്നം സൃഷ്ടിക്കുന്ന ചില ആളുകളെ കാണാറില്ലേ? അങ്ങനെയുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുമോ? മനുഷ്യരാണ്, ചിലപ്പോൾ തിരിച്ച് പ്രതികരിച്ചു പോകും.
എന്നാൽ ഇക്കാലത്ത് സംയമനം പാലിച്ചില്ലെങ്കിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എറണാകുളം പൊന്നുരുത്തിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ്. ഓട്ടോറിക്ഷയുടെ സൈഡ് മിറർ തകർത്തിനെ ചൊല്ലിയുണ്ടായ തർക്കം ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിലാണ് കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കരിക്ക് സതീശൻ എന്ന സതീശനെ കടവന്ത്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിസ്സാര തർക്കമാണ് കൊലപാതക ശ്രമത്തിലേക്ക് എത്തിയത്. ഓട്ടോറിക്ഷയുടെ സൈഡ് മിറർ തകർത്തതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് ഒടുവിൽ ബിയർകുപ്പി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രതി കരിക്ക് സതീശൻ എന്ന സതീശൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും മുൻപും വിവിധ കേസുകൾ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. മൂർച്ചയുള്ള ചില്ലുപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ഡ്രൈവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച പോലീസ് ആക്രമണത്തിനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും പരിശോധിച്ചു വരികയാണ്. പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. ന്യൂസ് 18 കൊച്ചി. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശ്വാസമായിരിക്കും. ഇനി അവരെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടെന്ന തോന്നൽ. എന്നാൽ ഭർത്തൃ വീട്ടിൽ മകൾ ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന് അറിഞ്ഞാലോ, അവിടെ വെച്ചൊരു ദുരന്തം സംഭവിച്ചാലോ? കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി വിഭജികയെ ഷാർജയിൽ ജോലിയുള്ള യുവാവുമായി വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ വിഭജികയുടെ മരണത്തോടെയാണ് മകളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബം അറിയുന്നത്. വിഭജികയെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. എന്നാൽ 2 പേരുടെയും മരണത്തിന് കാരണക്കാരായവർ ഇപ്പോഴും സ്വസ്ഥമായി ജീവിക്കുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. വിഭജികയുടേത് ആത്മഹത്യയാണെന്നും കുഞ്ഞു ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുമായിരുന്നു പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിഭജികയുടെ കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീധനം കുറഞ്ഞുപോയി. കല്യാണം വലിയ ഹാളിൽ വെച്ച് നടത്തിയില്ല, കാറ് കൊടുത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം ഒന്ന്. അത് കഴിഞ്ഞിട്ട് ശാരീരിക ഉപദ്രവം, പിന്നെ അവന്റെ പരസ്ത്രീ ബന്ധം എന്റെ മോള് കണ്ടുപിടിച്ച് അതെല്ലാം ചാറ്റിങ്ങിലും എടുത്ത് എല്ലാം ഫേസ്ബുക്ക് വഴി ഇട്ടിട്ടുണ്ട്. ഇവൻ ഏത് തരത്തിൽ അതിനെല്ലാം സപ്പോർട്ടായിട്ട് പെങ്ങളും അച്ഛനും പലതരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭക്ഷണം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ വ്യക്തിയിട്ട് കഷ്ടപ്പെടുത്തിയൊരു കാരണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് ലോക്കൽ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ സംഭവം വിദേശ രാജ്യത്ത് നടന്നതിനാലാണ് പിന്നീട് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ആത്മഹത്യാക്കുറിപ്പടക്കം കേസിൽ നിർണായക തെളിവുകൾ ലഭ്യമായിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണം അനന്തമായി നീളുകയാണെന്ന് വിഭജികയുടെ സഹോദരൻ ശരൺ പറയുന്നു. ഇവിടുന്ന് മുഖാന്തരമുള്ള അന്വേഷണമാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് കേസിന്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇനി അവിടെ നിന്നുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും പൂർത്തിയായി അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ കോടതിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവും കോൺസുലേറ്റ് മുഖാന്തരം അവിടെ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് റിപ്പോർട്ട് ലഭ്യമാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ കേസ് ആരംഭിക്കുള്ളൂ. അന്വേഷണഘട്ടം കഴിഞ്ഞ് കേസ് അന്വേഷിച്ചാൽ മാത്രമല്ല നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിദേശത്ത് നടന്ന സംഭവമായതിനാൽ അന്വേഷണത്തിന് പ്രായോഗിക വെല്ലുവിളികളുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിശദീകരണം. സംസ്ഥാന സർക്കാരിന്റെ സജീവമായ ഇടപെടലുണ്ടായാൽ കേസന്വേഷണം വേഗത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിഭജികയുടെ കുടുംബം. ന്യൂസ് 18 കൊല്ലം. മനുഷ്യബന്ധങ്ങളും കുടുംബ സമാധാനവും തകർക്കുന്നത് പലപ്പോഴും സ്വത്ത് തർക്കമാണ്. മണ്ണിൻ്റെ പേരിൽ മനുഷ്യർ പരസ്പരം വെല്ലുവിളിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാം. പാലക്കാട് ഓങ്ങല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനും ബന്ധുക്കളും തമ്മിലുള്ള സ്വത്ത് തർക്കം അയാളുടെ ജീവിതം തന്നെ തകർത്തു. ഒടുവിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. വാടാനംകുറിശ്ശിയിലെ വീട്ടുമുറ്റത്ത് മൃതദേഹം കത്തിക്കരിഞ്ഞിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ എന്നാണ് സ്ഥിരീകരണം. വീട്ടുടമയായ ജയന്തിയുടെ ബന്ധുവായ ചന്ദ്രശേഖരൻ
സ്വത്ത് തർക്കത്തെ തുടർന്ന് രാത്രി വീട്ടിലെത്തി ശരീരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വാടനാംകുറിശി പൊയിലൂർ AS ഭവനിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിലാണ് വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ ജയന്തിയാണ് ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീട് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്തു നിന്നും കുറച്ച് പണവും തീ കൊളുത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ലൈറ്ററും രക്തം കട്ടപിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയും തൂവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിശദമായി നടന്ന അന്വേഷണത്തിലാണ് മരിച്ചത് ജയന്തിയുടെ ബന്ധു ഓങ്ങല്ലൂർ കൊണ്ടൂരുക്കര സ്വദേശി ചന്ദ്രശേഖരനാണെന്ന് മനസ്സിലായത്. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബസ്വത്തായി ഓങ്ങല്ലൂരിലുള്ള സ്ഥലം ഭാഗം വച്ച് വീതിച്ചെടുക്കാൻ കുടുംബത്തിലുള്ള ബാക്കി അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. കാര്യം പറഞ്ഞ് ചന്ദ്രശേഖരൻ പിന്നീട് പലതവണ ജയന്തിയെ ഭീഷണിപ്പെടുത്തി. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ വിളിച്ച് ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ജയന്തി പോലീസിന് മൊഴി നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ കുഴൽക്കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രശേഖരൻ പാലക്കാടെത്തുമ്പോൾ പട്ടാമ്പിയിലെ ലോഡ്ജുകളിലാണ് താമസിക്കുക. മരിക്കുന്നതിന് തലേ ദിവസം കാരക്കാടിലുള്ള സുഹൃത്തിനെ വിളിച്ച് താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. രാത്രിയോടെ പൊയിലൂരിലെ വീട്ടിലെത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിലിൽ തട്ടിയെന്നും ഇയാളാണെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് ചന്ദ്രശേഖരൻ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കരിയും പുകയും ആന്തരികാവയവങ്ങളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇയാൾ ശരീരത്തിൽ ഒഴിച്ചത് എന്തിന്ധനമാണെന്നും അത് എവിടെ നിന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ, ഇൻസ്പെക്ടർ PV വിഷ്ണു, SI KP അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി. ഈ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ സാധാരണക്കാരൻ ഒരു തെറ്റ് ചെയ്താലും സെലിബ്രിറ്റികൾ ഒരു കുറ്റം ചെയ്താലും രണ്ട് രീതിയിലാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇടപെടുന്നത്. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. ഒടുവിൽ FIR ഇട്ടിട്ട് പോലും താരത്തെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് വൈകുന്നത്? മുൻകൂർ ജാമ്യം നേടാൻ പ്രതിക്ക് പോലീസ് സൗകര്യമൊരുക്കുകയാണോ? അൻസിബയ്ക്കെതിരായ ജിഹാദി പരാമർശത്തിൽ ടിനി ടോം മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റം, മതവികാരം വ്രണപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ടിനി ടോമിനെതിരെ പോലീസ് കേസെടുത്തത്. നേരത്തെ താരസംഘടനയായ അമ്മയിൽ അൻസിബ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംഘടന ഗൌരവമായി പരിഗണിച്ചിരുന്നില്ല. തന്നെ ജിഹാദി എന്ന് വിളിച്ചെന്നും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പരത്തിയെന്നും വംശീയവും വ്യക്തിപരവുമായ അധിക്ഷേപങ്ങൾ നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻസിബ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയത്. ആരോപണ വിധേയനായ ടിനി ടോമിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളില്ലെന്നും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുമുള്ള നിലപാടായിരുന്നു ആദ്യം പോലീസിന്റേത്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് അൻസിബ കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി നേടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസും ഡാൻസ് ഓഫ് സംഘവും ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. ഇങ്ങനെ മയക്കുമരുന്ന് മാഫിയയെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങിയ ഡാൻസ് ഓഫുകാരെ നാട്ടുകാർ തന്നെ പൂട്ടിയൊരു കഥയിലേക്കാണ്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളടങ്ങുന്ന സംഘമാണ് കൈകാര്യം ചെയ്തത്. സംഭവം പോലീസ് സേനയ്ക്ക് നാണക്കേടായതോടെ 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ കീഴിലെ സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നിവർക്കെതിരെയാണ് നടപടി. നമ്മൾ
കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് നഗരത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വാഹനം ഓടിച്ചത്. നിയന്ത്രണം വിട്ട വാഹനം ഷീ ഓട്ടോയിലിടിച്ചെങ്കിലും ഓട്ടോ ഓടിച്ചിരുന്ന യുവതി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവർ പോലീസ് വാഹനം തടഞ്ഞതോടെയാണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി കണ്ടെത്തിയത്. ഇതിനിടയിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നാട്ടുകാരും യുവതിയും ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ 3 പേരും മദ്യപിച്ചതായി കണ്ടെത്തി. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ രാത്രി തന്നെ ജില്ലാ പോലീസ് മേധാവി 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ പോലീസുകാരുടെ നടപടി ഗുരുതര വീഴ്ചയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ലഹരി സംഘങ്ങളും മദ്യപാനികളും നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കുന്നവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിൻ്റെ ഇന്നോവ കാർ അടിച്ചു തകർത്തത് മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തെ തുടർന്നാണ്. അരുമാളൂർ സ്വദേശി നിഷാദിൻ്റെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അരുമാളൂരിൽ ബന്ധുവിന്റെ പുരയിടത്തിലാണ് കാലങ്ങളായി നിഷാദിന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓട്ടോറിക്ഷയിലെത്തുന്ന യുവാക്കൾ ഈ പുരയിടത്തിലിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു. അടുത്തിടെ ഇത് നിഷാദ് ചോദ്യം ചെയ്തിരുന്നതായി പറയുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇന്നോവ കാർ അടിച്ചു തകർത്ത നിലയിൽ കാണപ്പെട്ടത്. കാറിന്റെ വലതുഭാഗത്തെ ഡോർ ഇടിച്ചു നശിപ്പിക്കുകയും ഗ്ലാസിലും വാഹനത്തിന്റെ ബോഡിയിലും സിഗരറ്റ് കൊണ്ട് വരയ്ക്കുകയും ചെയ്ത നിലയിലാണ്. ഒരു വാശിയുടെ പുറത്ത് ഇവിടെ ഇരുന്നേ വെള്ളം അടിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി രണ്ടുപേര് വരികയും ഓട്ടോയ്ക്കകത്തിരുന്ന് വെള്ളം അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുമായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ വന്ന് ഞാൻ എൻ്റെ വണ്ടി നോക്കുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. വണ്ടി ഇടിച്ച് പൊളിച്ച് വണ്ടിയുടെ 4 ഭാഗവും സിഗരറ്റും കഞ്ചാവും ഇതെല്ലാം ഫുള്ള് എൻ്റെ സിഗരറ്റ് കുട്ടികളാണ് ഇതിനകത്ത് ഉള്ള മുഴുവനും. അപ്പോൾ നിരവധി തവണയായിട്ട് ഈ തൊട്ടടുത്തുള്ള നാട്ടുകാരും ഇവരെ കുറിച്ച് കുറേ പരാതി പറയുന്നുണ്ട്. പക്ഷേ ഞാനും നിരവധി തവണ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പലതവണ ഞാൻ മാറ്റിവിട്ടിട്ടുണ്ട്. രാവിലെ വാഹനം എടുക്കാനെത്തിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നിഷാദ് മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. പരസ്യ മദ്യപാനം വിലക്കിയതിലുള്ള വൈരാഗ്യമാകാം അതിക്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. വീട്ടിലെ അടുപ്പിൽ നിന്ന് വരുന്ന പുകയ്ക്ക് കഞ്ചാവിൻ്റെ ഗന്ധം. പോലീസിനെ അപ്രതീക്ഷിതമായി കണ്ട പരിഭ്രാന്തിയിൽ യുവാവ് കഞ്ചാവിട്ടത് അടുപ്പിലേക്കാണ്. തൃശ്ശൂരിലെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിനിടെയാണ് നാടകീയമായ സംഭവം. കേസിൽ സ്ഥിരം കുറ്റവാളിയായ അഫ്സൽ പെപ്പെ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാടും വിവിധയിടങ്ങളിൽ വൻ ലഹരിവേട്ട നടന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന യുവാക്കൾ മെത്താഫിറ്റുമെനുമായാണ് കുടുങ്ങിയത്. കൊല്ലങ്കോട് സൂപ്പർ മാർക്കറ്റിൻ്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന പുകയില ഉൽപ്പന്ന മൊത്ത വ്യാപാരി എക്സൈസിൻ്റെ പിടിയിലായി. കസബ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മെത്താഫിറ്റാമിനുമായി യുവാക്കൾ പിടിയിലായത്. 146 ഗ്രാം മെത്താഫിറ്റാമിനുമായാണ് കുന്നത്തൂർമേട് സ്വദേശി ആകാശ്, കല്ലേപ്പുള്ളി സ്വദേശി ജിഷ്ണുലാൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്നാണ് യുവാക്കൾ ലഹരി മരുന്ന് എത്തിച്ചിരുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായ യുവാക്കളെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ മറികടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് പിടികൂടിയത്. കൊല്ലങ്കോട് മേഖലയിൽ സൂപ്പർ മാർക്കറ്റിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന പുകയില ഉൽപ്പന്ന മൊത്ത വ്യാപാരിയും പിടിയിലായി. പൈലൂർ തച്ചേക്കർ സ്വദേശി ഷാജഹാനാണ് 35 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ സഹിതം എക്സൈസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലങ്കോട് എക്സൈസ് ഇൻസ്പെക്ടർ തൻസിൽ താഹിക്കിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. വിദ്യാർത്ഥികളടക്കം മൊത്തമായും ചില്ലറയായും ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായത്. കടയുടെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു.
സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ് തൂഫാൻ റെയ്ഡിനിടെ കൊടുങ്ങല്ലൂരിൽ നടന്നത്. പോലീസിനെ അപ്രതീക്ഷിതമായി കണ്ട പരിഭ്രാന്തിയിൽ കഞ്ചാവ് നശിപ്പിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. കൈവശമുണ്ടായിരുന്ന കഞ്ചാവ് പാക്കറ്റുകൾ ഇയാൾ വേഗത്തിൽ അടുപ്പിനുള്ളിലേക്ക് തള്ളി. അടുപ്പിൽ തീയുണ്ടായിരുന്നെങ്കിലും ചാരത്തിനുള്ളിൽ കനൽ ഉണ്ടായിരുന്നതിനാൽ അടുപ്പിൽ നിന്നും പുകയുയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തതോടെ പോലീസിന് കാര്യം മനസ്സിലായി. തുടർന്ന് അടുപ്പിൽ നിന്നും കഞ്ചാവ് വീണ്ടെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എറിയാട് ആറാട്ടുവഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഫ്സൽ പെപ്പെ എന്ന അഫ്സലാണ് അറസ്റ്റിലായത്. അഫ്സൽ കൊടുങ്ങല്ലൂർ, മതിലകം, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുകളിലായി 4 മോഷണ കേസുകൾ, കഞ്ചാവ് ഉപയോഗിച്ച 1 കേസ്, ഒരു അടിപിടി കേസ്, അശ്രദ്ധമായി വാഹനമോടിച്ച 2 കേസടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പൊതുവെ ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. വീട്ടിലാണെങ്കിലും പുറത്തു പോകുമ്പോഴും സ്വർണ്ണമിട്ടില്ലെങ്കിൽ എന്തോ കുറച്ചിൽ പോലെയാണ്. എന്നാൽ ഒരു തരി പൊന്നും നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാറശാലയിൽ ബൈക്ക് യാത്രക്കാരിയുടെ 7 പവൻ്റെ മാലയാണ് കവർന്നത്. കരിങ്കൽ സ്വദേശി കുമാറിൻ്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന താലിമാല ബൈക്കിലെത്തിയ സംഘമാണ് പൊട്ടിച്ചെടുത്തത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാവിലെ ചെങ്കവിളയ്ക്ക് സമീപം ബൈപ്പാസിൽ വച്ചായിരുന്നു കവർച്ച. മകളുടെ ചികിത്സയ്ക്കായി ബൈപ്പാസിലൂടെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കുടുംബം. കുമാറായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. ഈ സമയം പിന്നാലെ ബൈക്കിൽ വന്ന മോഷ്ടാവ് അനിഷയുടെ കഴുത്തിൽ കിടന്ന മാല തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കുമാർ മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും കണ്ടെത്താനായില്ല. അപ്പോൾ കളിയേക്കാളെ ഇന്ന് റൈറ്റ് തിരിച്ച് ബൈപ്പാസിൽ ഇറങ്ങിയിട്ട് അവിടെ കുഞ്ഞിന് 6 മണി ടാബ്ലറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ 6:05 ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ട് അപ്പോൾ പുറകിൽ വണ്ടികൾ ഒന്നുമില്ല, ബൈക്കൊന്നുമില്ല. ഞാൻ പോയിട്ടിരുന്നപ്പോൾ സംഭവ സ്ഥലത്തിൻ്റെ അവിടെ വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ ചെയിന് പൊട്ടിച്ച് എൻ്റെ ഭാര്യയുടെ. പൊട്ടിച്ചത് അമ്മ അപ്പാണ് എൻ്റെ ഭാര്യ വിളിച്ചത്. എൻ്റെ ബൈക്ക് അവിടെ പോയിട്ട് കീളാൻ പോയിട്ട് ഇങ്ങോട്ട് വന്ന് അവൻ അതിൻ്റെ മുമ്പ് സ്ഥലമിട്ട്. പിന്നെ അവിടെ കുറേ ദൂരം ഞാൻ ഓടിച്ച് നോക്കി. എന്നിട്ട് അവനെ മുഖമോ വണ്ടിയുടെ നമ്പരോ കിട്ടിയില്ല. പൂവാർ സ്റ്റേഷനിൽ കുടുംബം പരാതിയുമായി എത്തിയെങ്കിലും സ്റ്റേഷൻ അതിർത്തിയിലല്ല എന്ന് പറഞ്ഞ് പാറശാല സ്റ്റേഷനിലേക്ക് പറഞ്ഞുവിട്ടു. ഇവരുടെ പരാതിയിൽ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റോഡിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മഴയുള്ള രാത്രികളിൽ ബൈക്കിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന 3 ചെറുപ്പക്കാരുടെ കഥയാണ്. വടക്കൻ പറവൂർ സ്വദേശികളായ റിയാസും തൻസീബും ബൈജുവും കുറേ നാളുകളായി തുടങ്ങിയ പണിയാണിത്. മോഷ്ടിച്ച ബൈക്കിലാണ് കവർച്ച നടത്താൻ ഇറങ്ങുക. യാത്ര ഒരൊറ്റ ബൈക്കിൽ. തിരിച്ചറിയാതിരിക്കാൻ മഴക്കോട്ടും ഹെൽമറ്റും വയ്ക്കും. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യിൽ ഗ്ലൗസും. കഴിഞ്ഞ രാത്രി ആലുവയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ തുടങ്ങിയ യാത്ര കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വരെ നീട്ടി. വരുന്ന വഴി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും പെട്രോൾ പമ്പുകളിലും കയറി പണം കവർന്നു. പിന്നീട് മുങ്ങിയ 3 പേരും 3-ാം നാളാണ് പൊങ്ങിയത്. ഇപ്പോൾ മുളന്തുരുത്തി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഒരൊറ്റ രാത്രിയിൽ ആലുവയിൽ തുടങ്ങിയ മോഷണമാണ്. ശനിയാഴ്ച രാത്രി ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് കവർച്ചയ്ക്കിറങ്ങിയത്. വരുന്ന വഴി മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലുള്ള ആളൊഴിഞ്ഞ വീട് മുതൽ നീർപ്പാറയിലെ HP പമ്പ് വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ പ്രതികൾ ഒരേ സമയം മോഷണം നടത്തി. മോഷണ സമയത്ത് മുഖം തിരിച്ചറിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചും വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ചും മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും ഒഴിവാക്കിയുമായിരുന്നു പ്രതികൾ കൃത്യം നടത്തിയിരുന്നത്. സൂപ്പർ മാർക്കറ്റിലും പെട്രോൾ പമ്പിലും കവർച്ച നടത്തിയ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് കണ്ടെത്തി. ഇത് തുടക്കത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. തുടർന്ന് മുളന്തുരുത്തി, അരയങ്കാവ്, തൃപ്പൂണിത്തുറ, നോർത്ത് പറവൂർ, ആലുവ, കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിലെ 200-ലധികം CCTV ദൃശ്യങ്ങൾ രാത്രിയും പകലും വിശദമായി പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നും കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിലുള്ള വരിക്കാങ്കുന്ന് ഭാഗത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിലും ഇവർ മോഷണം നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. പറവൂർ ഭാഗത്ത് നിന്ന് 3 പേരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു.
അവരിൽ നിന്ന് മനസ്സിലായി ഇവർ 3 പേരും ഇവിടെ വന്ന് മോഷണം നടത്തി. ആയതിനു ശേഷം ഈ ബൈക്ക് മറ്റു 2 പേർക്ക് കൊടുത്തു എന്നുള്ളത് മനസ്സിലായതിനു ശേഷത്തിൽ ആ 2 പേരെയും വീണ്ടും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 പേരെ ഇപ്പം നമ്മൾ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റിയാദ് എന്ന് പറയുന്ന പെട്രോൾ റിയാദ് എന്നറിയപ്പെടുന്ന ഒരു റിയാദ് എന്നയാളും അതേപോലെ തൻസീർ എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ കൂട്ടു ബൈജു എന്നറിയപ്പെടുന്ന ഒരു ബൈജു, ഈ 3 പേരെയാണ് ഈ കേസിലേക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് 2 പേർക്ക് 24 കേസുകൾ വീതമുണ്ട്. ഒരാൾക്ക് 15, ബൈജുവിന് 15 കേസും ആണ് നിലവിലുള്ളത്. എറണാകുളം, കോട്ടയം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ബൈക്കിലെത്തി പെട്രോൾ പമ്പുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വൻതോതിൽ കവർച്ച നടത്തി വന്ന അന്തർജില്ലാ മോഷണ സംഘമാണ് പിടിയിലായ വടക്കൻ പറവൂർ സ്വദേശികളായ റിയാസ്, തൻസീർ, ബൈജു എന്നിവരെന്ന് പോലീസ് പറയുന്നു. ഇവരിൽ നിന്ന് മോഷണം മുതൽ വാങ്ങിയ നിസാർ, മിഥുൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25ഓളം മോഷണ കേസുകളിൽ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറയുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ മോഷണ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. മുളന്തുരുത്തി SHO സംഗീത് പുനത്തിലത്തിന്റെ നേതൃത്വത്തിൽ SIമാരായ പ്രിൻസി, പ്രവീൺ കുമാർ, ASIമാരായ ജയകുമാർ, ഷാജിദ് എന്നിവരാണ് കവർച്ചാ സംഘത്തെ പിടികൂടിയത്. പിറവം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കൊടും കുറ്റവാളികളും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലും കൊലപാതകവും നമുക്കത്ര കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണല്ലേ. എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലീസിന് മുന്നിൽ അഭ്യാസം കാണിച്ചാൽ ഏതു കൊലകൊമ്പനാണിലും തൂക്കിയിരിക്കും. ബംഗാളിൽ 11കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രധാന പ്രതി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച അർദ്ധരാത്രി തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോഴായിരുന്നു സംഭവം. തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതിക്ക് വെടിയേറ്റെന്നാണ് പോലീസ് വിശദീകരണം. പുലർച്ചെ 12:45ഓടെയാണ് പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിന് പുറപ്പെട്ടത്. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സൂര്യപൂരിൽ വെച്ച് കുറ്റകൃത്യം നടന്ന രീതി പുനരാവിഷ്കരിക്കുന്നതിനായാണ് ഇയാളെ കൊണ്ടുപോയെന്ന് പോലീസ് പറയുന്നു. എന്നാൽ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രഭാസ് മൊണ്ടാൽ അപ്രതീക്ഷിതമായി പോലീസിന്റെ പക്കൽ നിന്ന് തോക്ക് തട്ടിയെടുത്തു. തുടർന്ന് പോലീസിന് നേരെ 2 റൗണ്ട് വെടിയുതിർത്ത പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പ്രഭാസ് മൊണ്ടാലിന് ഗുരുതരമായി പരിക്കേറ്റു. പ്രതിയെ ഉടൻ തന്നെ ബറൂയിപൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. മകന്റെ മൃതദേഹം സ്വീകരിക്കില്ലെന്നും അവന് അർഹിച്ച കിട്ടിയുമെന്നാണ് പ്രതിയുടെ അമ്മ സന്ധ്യയുടെ പ്രതികരണം. 11 വയസ്സുള്ള പെൺകുട്ടിയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി മറ്റു 2 പേർക്കൊപ്പം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയാണ് പ്രഭാസ്. പിന്നീട് അവശനിലയിലായ കുട്ടിയെ ജീവനോടെ തന്നെ ചാക്കിലാക്കി കുളത്തിലെറിഞ്ഞു. ഞായറാഴ്ചയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. പീഡനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നതിനിടെയാണ് പ്രധാന പ്രതി കൊല്ലപ്പെടുന്നത്. ന്യൂസ് 18 കൊൽക്കത്ത. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അച്ചടക്കമില്ലായ്മ, മടി, ദേഷ്യം, വൈരാഗ്യം, ഈഗോ ഇതൊക്കെയാണ് പലരെയും പിന്നോട്ടടിക്കുന്നത്. വീട്ടിലെയും ജോലിസ്ഥലത്തെയും പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാലും മാറാത്ത ചില ആളുകളുണ്ട്. ഇനി മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാലോ അത് പിന്നീടാകാമെന്ന് ചിന്തിക്കും. ഇങ്ങനെ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നമുക്ക് തന്നെയാണ് നഷ്ടം വരുത്തുന്നത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാനും പ്രവർത്തിക്കാനും തയ്യാറാകണം. അച്ചടക്കമില്ലായ്മയും മടിയും കാരണം നമ്മുടെ ഭാവിയും ബന്ധങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് തകരുന്നത്. ഇതേ രീതിയിൽ ഒന്നും ചെയ്യാതെ തുടർന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പിന്നീട് കുറ്റബോധവും നിരാശയുമാകും ബാക്കി. മാറണമെന്ന് അത്രത്തോളം ആത്മാർത്ഥമായി തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.